ഹായ് ഫ്രണ്ട്സ്, കൊടൈക്കനാലിൽ നിർബന്ധമായും പോയിരിക്കേണ്ട ഒരു റിസോർട്ടും അങ്ങോട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളുമാണ്. പൊള്ളാച്ചിയുടെ സമീപമുള്ള അമുത സുരഭി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും വൃത്തിയുള്ള വാഷ്റൂംസും നല്ല ഭക്ഷണവും ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. ഇവിടുന്ന് ഞങ്ങൾ പഴനിയിലേക്കാണ് ആദ്യം യാത്രയായത്. നല്ല സുന്ദരമായ കാറ്റാടികൾ നിറഞ്ഞ റോഡിലൂടെ ഞങ്ങൾ പഴനിയിലെത്തി. അവിടെ പൊന്നീസ് ഹോട്ടലിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ക്ഷേത്ര ദർശനവും മറ്റു കാര്യങ്ങളും ഞങ്ങൾ വീഡിയോ എടുത്തില്ല, ഫോൺ റൂമിൽ വെച്ചാണ് പോയത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് യാത്രയായി. ഇരുവശവും നല്ല മരങ്ങൾ നിറഞ്ഞ അതിമനോഹരമായ പാതയാണ് കൊടൈക്കനാലിലേക്കുള്ളത്. ഈ ഒരു പാത വഴി ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആരും ആഗ്രഹിച്ചു പോകും. അങ്ങനെ ഞങ്ങൾ ആലിയാർ ഡാമിൻ്റെ റിസർവോയർ കാണുന്ന വ്യൂ പോയിൻറ്റിലെത്തി. ഇരുവശവും നിറയെ വ്യൂ പോയിൻറ്റ്സാണ്, ഇരുവശവും നിറയെ ഫോട്ടോ സ്പോട്ട്സാണ്. അതിമനോഹരമായ ഈ റോഡിലൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ മനോഹരമായ പ്രോപ്പർട്ടിയിലേക്കെത്തി. ഇതാണ് വില്ല റിട്രീറ്റ് കൊടൈക്കനാൽ. കൊടൈക്കനാലിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് സെൻ്ററാണ് കോക്കേഴ്സ് വാക്ക്. അവിടെ ഏറ്റവും അടുത്ത് ഈ കോക്കേഴ്സ് വാക്കിൻ്റെ എൻട്രിക്കകത്ത് തന്നെയാണ് ഈ റിസോർട്ട് ഉള്ളത്. ഇവിടെ ഇരുന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് എക്സ്പീരിയൻസ് അത് ഭയങ്കര സ്പെഷ്യലാണ്. മേഘങ്ങളുടെ ഇടയിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഞങ്ങൾ ഇവിടുന്ന് തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം. ഇവിടുത്തെ റൂമാണെങ്കിലും ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും എല്ലാം ഒരു പെർഫെക്റ്റ് മിക്സാണ്. ഈ വ്യൂ കണ്ടുകൊണ്ടുള്ള ഭക്ഷണവും ഇവിടെ ഇരുന്നുള്ള റിലാക്സേഷനും നമുക്ക് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒരു കൃത്യമായ മാറ്റം തന്നെ തരുന്നു. ഇവിടെയൊക്കെ ഇരുന്ന് കോക്കേഴ്സ് വാക്കിൽ നിന്ന് കാണുന്ന ആ വ്യൂ എൻജോയ് ചെയ്ത് ഞങ്ങൾ കൊടൈക്കനാലിലെ മറ്റ് സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങി. ഇതാണ് കൊടൈക്കനാലിൽ എല്ലാവരും പോകുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ. അവിടെ നിന്ന് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. അതിനുശേഷം തിരിച്ച് ഞങ്ങൾ കോക്കേഴ്സ് വാക്കിലെത്തി. കോക്കേഴ്സ് വാക്കിൽ നിന്നുള്ള വ്യൂ എൻജോയ് ചെയ്തു. എന്ത് മനോഹരമാണെന്ന് നോക്കിക്കേ, ആ മലകളും ആ റിസർവോയറിൻ്റെ വ്യൂവും ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം അവസാനിപ്പിക്കാനുള്ള സമയത്തിലേക്ക് അടുത്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വില്ല റിട്രീറ്റിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങാനുള്ള പരിപാടിയായി.